ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. കുറഞ്ഞ യോഗ്യത വരുന്നത് 4ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം വയനാട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. എടവക ഗ്രാമപഞ്ചായത്തിലെ 14-19 വാർഡിൽ ആശാ വർക്കറെ നിയമിക്കുന്നുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയുള്ള 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും ബയോഡേറ്റയുമായി ജൂൺ 18 ഉച്ചയ്ക്ക് 12 മണിക്ക് എടവക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ തന്നെ കണിയാമ്പറ്റ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന് കീഴിലെ കാക്കവയൽ, കണിയാമ്പറ്റ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ ഇംഗ്ലീഷ്, കണക്ക്, സയൻസ് വിഷയങ്ങളിൽ പാർട്ട് ടൈം ട്യൂട്ടറെ നിയമിക്കുന്നുണ്ട്. ഡിഗ്രിയും BEഡുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ളവർ ജൂൺ 20-നകം സ്വയം തയ്യാറാക്കിയ അപേക്ഷ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുമായി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഗവൺമെൻറ് സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST നാച്ചുറൽ സയൻസ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ അസലുമായി ജൂൺ 18 വൈകിട്ട് 3 സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള മലമ്പുഴ ആശ്രമ സ്കൂളിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, ലൈബ്രറിയൻ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത THSC വിജയം അല്ലെങ്കിൽ SSLCയും ദേശീയ തലത്തിൽ ടെക്നിക്കൽ വിദ്യാഭ്യാസവും ബന്ധപ്പെട്ട ട്രേഡിലുള്ള എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അനുബന്ധ ട്രേഡിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. ലൈബ്രറിയൻ തസ്തികയിൽ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. അടുത്തത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിലേക്ക് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അല്ലെങ്കിൽ BSc നഴ്സിംഗ് വിജയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ തസ്തിക പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായി സംവരണം ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ജൂൺ 19 സ്കൂളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, ലൈബ്രറിയൻ തസ്തികകളിലേക്ക് ജൂൺ 19 രാവിലെ 11 മണിക്കും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിലേക്ക് ജൂൺ 19 ഉച്ചയ്ക്ക് 2 മണിക്കുമാണ് കൂടിക്കാഴ്ച നടക്കുക. യോഗ്യരായവർ നിങ്ങളുടെ ബയോഡേറ്റയും വിദ്യാഭ്യാസം, ജാതി, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം യഥാസമയം സ്കൂളിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ പുതുപ്പരിയാരം CBKM ഗവൺമെൻറ് HSSൽ FTM ശുചീകരണ തൊഴിലാളി തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 16 ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡ് കൊണ്ടുവരേണ്ടതാണ്. അടുത്തത് എറണാകുളം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആലുവ പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ സ്റ്റുവാർഡ്, കുക്ക്, പാർട്ട് ടൈം സ്വീപ്പർ, പാർട്ട് ടൈം സ്കാവഞ്ചർ, പാർട്ട് ടൈം മെസ് ഗേൾ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം പാർട്ട് ടൈം തസ്തികകളിലേക്കുള്ള അപേക്ഷകൾ ജൂൺ 17 രാവിലെ 11-നും സ്റ്റുവാർഡ്, കുക്ക് തസ്തികകളിലേക്കുള്ള അപേക്ഷകർ ഉച്ചയ്ക്ക് 2-നും കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാവണം. പ്രായപരിധി 2025 ജനുവരി 1-ന് 50 വയസ്സ് കഴിയരുത്. സ്റ്റുവാർഡ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് SSLCയും കമ്പ്യൂട്ടർ, റെസ്റ്റോറൻറ്റ് ആൻഡ് കൗണ്ടർ സർവീസിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് അഥവാ തത്തുല്യ യോഗ്യതയാണ്. കുക്ക് തസ്തികയിലേക്ക് 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. SSLCയും ഗവൺമെൻറ് അംഗീകൃത ഫുഡ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആണ്. പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് 4ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. പാർട്ട് ടൈം സ്കാവഞ്ചർ തസ്തികയിലേക്ക് 4ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പാർട്ട് ടൈം മെസ് ഗേൾ തസ്തികയിലേക്ക് 2 ഒഴിവ് വന്നിട്ടുണ്ട്. യോഗ്യത 4ാം ക്ലാസ് ആണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള മിഷൻ വാത്സല്യ ORC പദ്ധതിയുടെ 2025-26 അധ്യയന വർഷത്തെ വിവിധ പരിശീലന പരിപാടികളിലേക്ക് റിസോഴ്സ് പേഴ്സൺമാരെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത ബിരുദാനന്തര ബിരുദമാണ്. കൂടാതെ കുട്ടികളുടെ മേഖലയിൽ പ്രവൃത്തി പരിചയവും പരിശീലന മേഖലയിലെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ബിരുദവും കുട്ടികളുടെ മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും പരിശീലന മേഖലയിലെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിന് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്.
അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ബയോഡേറ്റയും ജനനതീയതി, യോഗ്യത, താമസ സ്ഥലം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സമർപ്പിക്കണം. 2025 ജൂൺ 1 അപേക്ഷകർക്ക് 40 വയസ്സ് കവിയരുത്. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, 3-ാം നില, മിനി സിവിൽ സ്റ്റേഷൻ, ആറന്മുള, പത്തനംതിട്ട 689533 എന്ന വിലാസത്തിൽ ജൂൺ 20 വൈകിട്ട് 5 മുമ്പായി അപേക്ഷ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.